എല്ലാവർക്കും നമസ്കാരം. മാത്സ് വേയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി BEd ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഇത് മാത്തമാറ്റിക്സ് ഓപ്ഷണൽ പേപ്പറിലുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ്, ഹ്യൂമൻ നീഡ്സ് ആസ് ദ ബേസിസ് ഓഫ് ഗ്രോത്ത് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയായിരിക്കും, ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പോൾ അതേപോലെ പണ്ട് കാലങ്ങളിൽ നിന്നും മാത്തമാറ്റിക്സിന് വന്ന ഡിഫറൻസ് എന്താണ്, എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഓരോ സ്റ്റേജ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഹ്യൂമൻ നീഡ്സ് ആസ് ദ ബേസിസ് ഓഫ് ഗ്രോത്ത് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും ഉണ്ടായത്? ഹ്യൂമൻ്റെ നീഡ്സ്, ഹ്യൂമൻ്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും ഓരോ കാലഘട്ടത്തിലും മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓരോ സ്റ്റേജാണ് ഡെവലപ്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ്. ഫസ്റ്റ് സ്റ്റേജ് പ്രോട്ടോ മാത്തമാറ്റിക്സ്, ഏൻഷ്യൻ മാത്തമാറ്റിക്സ്, ക്ലാസിക്കൽ മാത്തമാറ്റിക്സ്, മെർക്കാറ്റൈൽ മാത്തമാറ്റിക്സ്, പ്രീ മോഡേൺ മാത്തമാറ്റിക്സ്, മോഡേൺ മാത്തമാറ്റിക്സ്, പോസ്റ്റ് മോഡേൺ മാത്തമാറ്റിക്സ്. നമുക്ക് ഓരോ സ്റ്റേജിലും എന്തൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടായി, ഏത് വർഷമായിരുന്നു എന്നൊക്കെ നോക്കാം. പ്രോട്ടോ മാത്തമാറ്റിക്സ്. പ്രോട്ടോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് BC 3000 ടു BC 2000 ബേസിക്സ് ആയിരുന്നു. ആ സമയത്ത് ബേസിക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ വളരെ താഴെയുള്ള ബേസിക് കാര്യങ്ങൾ, നോട്ട് ആബ്സ്ട്രാക്ട് ഐഡിയാസ് ഒന്നും ആ സമയത്തേ ഇല്ലായിരുന്നു. ഇമ്പെരിക്കൽ, നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത മാത്തമാറ്റിക്സ് ആയിരുന്നു. ടു ഫുൾഫിൽ ദെയർ നീഡ്സ് ആൻഡ് ഡിസയർ സച്ച് ആസ് ഷെൽട്ടർ, ഷേപ്പ് ആൻഡ് ടൈം, കീപ്പിംഗ് ടൈം, കൗണ്ടിങ്. എന്തിനാ? മനുഷ്യൻ്റെ നീഡ്സും ഡിസയറും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സ് ആയിരുന്നു ആ ടൈമിലുള്ളത്. ഫോർ എക്സാമ്പിൾ ഷെൽട്ടർ ഉണ്ടാക്കാൻ അതിനുള്ള വടികൾ, അതിൻ്റെ നീളം, പിന്നെ ഷേപ്പോ എന്തെങ്കിലും ഒരു ഷേപ്പ്, ഇപ്പോഴുള്ള ഷേപ്പല്ല പണ്ടുള്ള ഷേപ്പുകൾ, പിന്നെ കീപ്പിംഗ് ടൈം എങ്ങനെ നോക്കാം, കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ആവശ്യത്തിനനുസരിച്ചുള്ള മാത്തമാറ്റിക്സ് മാത്രമായിരുന്നു പ്രോട്ടോ മാത്തമാറ്റിക്സ് പീരീഡിലുള്ളത്. അടുത്തത് ഏൻഷ്യൻ മാത്തമാറ്റിക്സ്. BC 2000 ടു BC 800 വരെയായിരുന്നു. അതും ഇമ്പെരിക്കലായിരുന്നു. എക്സ്പീരിയൻസും നമ്മുടെ ഒബ്സർവേഷനും അനുസരിച്ചുള്ള മാത്തമാറ്റിക്സ് ആയിരുന്നു ഡെവലപ്പ് ചെയ്തത്. ആ സമയത്തുള്ള മാത്തമാറ്റിക്സ് യൂസ്ഡ് ഇൻ ആസ്ട്രോണമി, ടൈം റെഗുലേഷൻ, അഡ്മിനിസ്ട്രേഷൻ, കാൽക്കുലേഷൻ, കൺസ്ട്രക്ഷൻ, മോണുമെൻറ്റ് മേക്കിംഗ്. എന്തൊക്കെയാണ്? മോണുമെൻറ്റ്സ് ഒക്കെ മേക്ക് ചെയ്യാം. നമ്മുടെ പഴയ കാലത്തുള്ള മോണുമെൻറ്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നു. കാൽക്കുലേഷന് യൂസ് ചെയ്തിരുന്നു, കൺസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേഷന് യൂസ് ചെയ്യുന്നു, ടൈം റെഗുലേറ്റ് ചെയ്യാൻ, പിന്നെ ആസ്ട്രോണമിയിലൊക്കെ മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നു. ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു. ഹൈ ലെവൽ തിങ്കിങ് വെച്ചിട്ടുള്ള മാത്തമാറ്റിക്സ് ആയിരുന്നു ആ സമയത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിസ്കവറി അബൌട്ട് പൈ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. ആ സമയത്താണ് പൈയുടെ ഡിസ്കവറി ഉണ്ടായത്. പൈയുടെ വാല്യൂ കണ്ടുപിടിച്ചതൊക്കെ ഏൻഷ്യൻ മാത്തമാറ്റിക്സ് പീരീഡിലായിരുന്നു. 2-3 ഡയമെൻഷണൽസ് ഫോർമുലാസ് കൺസ്ട്രക്ഷൻ. ആ സമയത്ത് 2-3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഫിഗേഴ്സും ഫോർമുലാസും ഒക്കെ ആ സമയത്ത് കൺസ്ട്രക്ട് ചെയ്തു. എക്സാമ്പിൾ നമ്മുടെ പിരമിഡൊക്കെ ഏൻഷ്യൻ മാത്തമാറ്റിക്സ് പീരീഡിലാണ്. ഹാങ്ങിങ് ഗാർഡൻസ് ഇൻ ബാബിലോണ, അതൊക്കെ ഏൻഷ്യൻ മാത്തമാറ്റിക്സ് പീരീഡിൽ ഡെവലപ്പ് ചെയ്ത പിരമിഡൊക്കെ ഷേപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഏൻഷ്യൻ മാത്തമാറ്റിക്സ് പീരീഡിലാണ്. നെക്സ്റ്റ് ക്ലാസിക്കൽ മാത്തമാറ്റിക്സ്. BC 800 ടു AD 800 വരെയായിരുന്നു. ഈ ഫണ്ടമെൻ്റൽ അബ്സ്ട്രാക്ഷൻ ടു മാത്തമാറ്റിക്സിനൊരു ഫണ്ടമെൻ്റൽ അബ്സ്ട്രാക്ഷൻ കൊടുത്ത പീരീഡായിരുന്നു ക്ലാസിക്കൽ മാത്തമാറ്റിക്സ് പീരീഡ്. റോമൻസ് സോൾവ് ചലഞ്ചിങ് പ്രോബ്ലംസ് യൂസിങ് ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലസിലെ മെത്തേഡ്സ് വെച്ചിട്ട് റോമൻസ് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ സമയത്ത് സോൾവ് ചെയ്തു. ഇറാൻ, ഇന്ത്യ, സിറിയ അൽഗോറിതം അപ്ലൈഡ് ടു എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, കൊമേഴ്സ്. ഈ സമയത്ത് ഇറാനും ഇന്ത്യയിലും സിറിയയിലും ഒക്കെ അൽഗോറിതംസ് ഒക്കെ എഞ്ചിനീയറിംഗിലും മെക്കാനിക്സിലും ഒപ്റ്റിക്സിലും ഒക്കെ അപ്ലൈ ചെയ്ത ടൈമായിരുന്നു ക്ലാസിക്കൽ മാത്തമാറ്റിക്സ് പീരീഡ്. അടുത്തത് മെർക്കാറ്റൈൽ മാത്തമാറ്റിക്സ്. AD 800 ടു AD 1400 ആയിരുന്നു. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ന്യൂമറേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ഈ ടൈമിലുണ്ടായി. സിംബോളിക് ഡെവലപ്മെൻറ്റ്, പല സിമ്പിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നെഗറ്റീവ് നമ്പേഴ്സ് ഡ്യൂ ടു ട്രേഡ്. ഈ സമയത്തായിരുന്നു നെഗറ്റീവ് നമ്പേഴ്സ് കണ്ടുപിടിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ട്രേഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നെഗറ്റീവ് നമ്പേഴ്സ് കണ്ടുപിടിച്ചത്. ഇൻവെൻഷൻ സച്ച് ആസ് ആൽജിബ്രായിക് മെത്തേഡ്സ് ടു ജോമെട്രി, പ്രോബബിലിറ്റി, ഫംഗ്ഷൻ, റെനെ ഡെക്കാർട്ടിസ്, ഫെർമാറ്റ്. ഈ സമയത്ത് നമ്മുടെ റെനെ ഡെസ്കാർട്ടുംസും ഫെർമാറ്റ് ലിറ്റിൽ തിയറം, അങ്ങനെ തിയറംസ് ഒക്കെ ഉണ്ടെന്നും, പിന്നെ ജോമെട്രി ആൽജിബ്രായി മെത്തേഡിൽ നിന്നും ജോമെട്രി പ്രോബബിലിറ്റി ഫംഗ്ഷൻസിലൊക്കെ മാറാൻ തുടങ്ങി. അത് മെർക്കാറ്റൈൽ പീരീഡിലായിരുന്നു. അടുത്തത് പ്രീ മോഡേൺ മാത്തമാറ്റിക്സ്. AD 1400 ടു AD 1700 ആയിരുന്നു.
Euler, the most important mathematician in that time, developed ഡിഫറൻഷ്യൽ ജോമെട്രി. ഈ സമയത്തായിരുന്നു ഓയിലർ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻ ആണ് ഡിഫറൻഷ്യൽ ജോമെട്രി ഡെവലപ്പ് ചെയ്തത്. കാൽക്കുലസ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക് ഇൻ ദിസ് പീരീഡ്. ഈ പീരീഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കാൽക്കുലസ് ആയിരുന്നു. ആപ്ലിക്കേഷൻ ടു സയൻസ്, മാത്തമാറ്റിക്സ് വളരെയധികം അപ്ലൈഡ് സയൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഈ സമയത്തായിരുന്നു, പ്രീ മോഡേൺ മാത്തമാറ്റിക്സ് പീരീഡിൽ. അടുത്തത് മോഡേൺ മാത്തമാറ്റിക്സ്, AD 1700 to AD 1950. മോഡേൺ ആബ്സ്ട്രാക്റ്റ് അനാലിസിസ്, ആബ്സ്ട്രാക്റ്റ് അനാലിസിസിൻ്റെ മോഡേൺ ഡെവലപ്മെൻ്റൊക്കെ ഈ സമയത്ത് നടന്നു. മോഡേൺ ആബ്സ്ട്രാക്റ്റ് അൽജിബ്ര കൊണ്ടുവന്നു. ഇൻവെൻഷൻസ് സച്ച് ആസ് ഇൻ്റഗ്രൽ, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, മെട്രിക്സ്, വെക്ടേഴ്സ്. ഇൻ്റഗ്രലും ഡിഫറൻഷ്യൽ കാൽക്കുലസും ഒക്കെ മോഡേൺ മാത്തമാറ്റിക്സ് പീരീഡിലാണ് ഉണ്ടായത്. ഈ മാത്തമാറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗോസ്, ലെഗ്രാഞ്ച്, ലാപ്ലേസ്, ഫ്രീമാൻ, ബോൾസാനോ, കോഷിയൊക്കെ ഈ മോഡേൺ മാത്തമാറ്റിക്സ് പീരീഡിലാണ് അവരുടെ തിയറംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. കോംപ്രിഹെൻസീവ് സിസ്റ്റമാറ്റിക് സിന്തസൈസ്ഡ് മാത്തമാറ്റിക്കൽ നോളേജ്, ഈ സമയത്തായിരുന്നു ഒരു സിസ്റ്റമാറ്റിക്സ് ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് നോളേജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അടുത്ത പോസ്റ്റ് മോഡേൺ മാത്തമാറ്റിക്സ് പീരീഡ്, നമ്മുടെ ഇപ്പോഴത്തെ പീരീഡ് 1950 ടു പ്രസൻറ്റ്, ഇപ്പോഴും മോസ്റ്റ് മോഡേൺ മാത്തമാറ്റിക്സ് പീരീഡാണ്. അത് ആപ്ലിക്കേഷൻ ടു ഓൾ ഏരിയാസ്. നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നമുക്കറിയാം ഓരോ ദിവസവും ഡെവലപ്മെൻറ്റ് കൂടിക്കൂടിയേ വരിക മാത്തമാറ്റിക്സിൻ്റെ. ആപ്ലിക്കേഷൻ ടു ഓൾ ഏരിയ, ഡ്രാമാറ്റിക് എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ടുവന്നു. സ്കോപ്പ്, ആപ്ലിക്കേഷൻ, പ്രൊഡക്ടിവിറ്റി ഓഫ് മാത്തമാറ്റിക്സ് യൂസിങ് ടെക്നോളജി. നമുക്കറിയാം AI ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ ഇപ്പം. ടോപ്പോളജി, ഫങ്ഷണൽ അനാലിസിസ്, ഗ്രാഫ് തിയറി ഒക്കെ ഡെവലപ്പ് ചെയ്തത് പോസ്റ്റ് മോഡേൺ മാത്തമാറ്റിക്സ് പീരീഡിലാണ്. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്സിൻ്റെ ഓരോ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് പേരൊന്ന് നോക്കുക. പ്രോട്ടോ മാത്തമാറ്റിക്സ്, ഏൻഷ്യൻ മാത്തമാറ്റിക്സ്, ക്ലാസിക്കൽ മാത്തമാറ്റിക്സ്, മെർക്കാറ്റൽ മാത്തമാറ്റിക്സ്, പ്രീ മോഡേൺ മാത്തമാറ്റിക്സ്, മോഡേൺ മാത്തമാറ്റിക്സ്, പിന്നെ പോസ്റ്റ് മോഡേൺ മാത്തമാറ്റിക്സ്. പിന്നെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ നീഡ്സ് ആർ ദ ബേസിസ് ഓഫ് ഗ്രോത്ത് ഓഫ് മാത്തമാറ്റിക്സ്. നമുക്ക് നോക്കാം. Mathematics has its roots in everyday activities and forms the basic structure of our highly advanced technological development. Mathematics, like everything else that man has created, exists to fulfill certain human needs and desires. എപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക മാത്തമാറ്റിക്സ്. ഡെയിലി ലൈഫിൽ നമുക്ക് മാത്തമാറ്റിക്സ് ഇല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ നീഡാണ് മാത്തമാറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം. ഓരോ പണ്ട് കാലഘട്ടത്തിൽ ഈ കൗണ്ടിങ്ങും ടൈം ഒക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം, നമ്മുടെ ഹ്യൂമൻസിൻ്റെ ആഗ്രഹം കൊണ്ടാണ് മാത്തമാറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഇത്രയും ഉണ്ടായത്. ഓരോ ദിവസവും കഴിയുന്നവരും മാത്തമാറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടിക്കൊണ്ടുവരിക. കാരണം എന്താ, ഹ്യൂമൻസിൻ്റെ നീഡ്സാണ് അതിൻ്റെ മെയിൻ കാര്യം. അവർ മോഡേൺ വേ ഓഫ് ലൈഫ് വുഡ് ഹാർഡ്ലി ഹാവ് ബീൻ പോസിബിൾ വിത്തൗട്ട് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ഇല്ലാതെ ഒരു ദിവസമെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇമാജിൻ ട്രൈങ് ടു ഗെറ്റ് ത്രൂ ദ ഡേ വിത്തൗട്ട് യൂസിങ് എ നമ്പർ ഇൻ സം മാനർ ഓർ ദാറ്റ് അതർ. ഒരു ദിവസം ഒരു നമ്പറെങ്കിലും യൂസ് ചെയ്യാതെ നമുക്ക് ഒരു ദിവസം കടന്നു പോകാൻ പറ്റുമോ? മെനി വേ ഓഫ് അവർ ഡെയിലി റൂട്ടീൻ കോഴ്സ് ഇൻവോൾവിങ് സോർട്ടിങ്, ഓർഡറിങ് ആൻഡ് ഓർഗനൈസിങ് പ്രോസസ്സ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും ബുക്ക് അടുക്കി വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അടുക്കി വയ്ക്കുക ചെയ്യുമ്പോൾ ഓർഡറിങ് നടക്കുന്നുണ്ട്, ഓർഗനൈസ്, ഇതെല്ലാം എന്താണ്, മാത്തമാറ്റിക്സ് ആണ്. വി ഹാൻഡിൽ മെനി മെക്കാനിക്സ്ഡ് ഡിവൈസസ് വിച്ച് റിക്വയർ ജോമെട്രിക്കൽ സ്കിൽസ്. നമ്മുടെ ജോമെട്രിക്കൽ സ്കിൽസ് വേണ്ട കുറേ ഡിവൈസസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ട്രാവൽ, റീഡിംഗ് ഓഫ് മാപ്സ്, ഡയഗ്രാംസ്, ഇൻ്റർപ്രറ്റിംഗ് സ്കിൽസ് ബിക്കംസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഇൻ്റലക്ച്വൽ എക്യുപ്മെൻറ്റ്. നമ്മൾ ട്രാവൽ ചെയ്യുക, രാവിലെ നമുക്ക് മാപ്പ് നോക്കണം, അല്ലെങ്കിൽ ബസ്സിൽ ടിക്കറ്റ് എടുക്കണം, ഡയഗ്രാംസ് വരയ്ക്കണം, അങ്ങനെ എന്തൊക്കെ എസെൻഷ്യൽ പാർട്ടാണ് നമ്മൾ ഒരു ദിവസം മാത്തമാറ്റിക്സ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് എസ്റ്റിമേഷൻ നോട്ട് ഓൺലി ഇൻ മണി ബട്ട് ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഗ്രി ഓഫ് എസ്റ്റിമേഷൻ, നമ്മൾ മണി യൂസ് ചെയ്യുന്നു, അത് മണി മാത്രമല്ല, നമ്മൾ വെയിറ്റ് മെഷർ ഒക്കെ എല്ലാ ദിവസവും ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുമ്പോൾ വെയിറ്റ് പറയുന്നു, പൈസ കൊടുക്കുന്നു, ഇതെല്ലാം എന്താണ്, മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് ആൻഡ് AI. നമ്മുടെ AI മാത്തമാറ്റിക്സ് എങ്ങനെയാണ്? Mathematics provides the tools and concepts necessary for AI algorithm to process data, learn patterns and make informed decision. നമുക്കറിയാം മാത്തമാറ്റിക്സ് ആണ് എയുടെ മെയിൻ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കാരണം മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ AI യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, ലേൺ പാറ്റേൺസ്, ഡേറ്റ പ്രോസസ് ചെയ്യാനൊക്കെ മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആസ് AI continues to evolve and shape our world, the synergy between mathematics and AI will remain crucial, unlocking new frontiers and possibilities for innovation. മാത്തമാറ്റിക്സും AI തമ്മിൽ വളരെയധികം റിലേറ്റഡ് ആണ്. മാത്തമാറ്റിക്സും ഇല്ലാതെ AI എന്തായാലും നമുക്കിനി
ഈ വരുന്ന നമുക്കറിയാം ഇനി വരുന്ന കാലത്ത് ഫുൾ എ ആയിരിക്കും. മാത്തമാറ്റിക്സ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. Thus, mathematics has played a significant role in the development of human civilization. മാത്തമാറ്റിക്സ് ഹ്യൂമൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിരിക്കുന്നു. മാത്തമാറ്റിക്സ് ഹാസ് ബീൻ ഡെവലപ്ഡ് ആസ് ദ നീഡ് ഫോർ ഹ്യൂമൻ ബീങ്. മാത്തമാറ്റിക്സ് എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഹ്യൂമൻസിൻ്റെ നീഡ്സിന് വേണ്ടിയിട്ടാണ് മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സും ഹ്യൂമൻ നീഡ് ആസ് ദ ബേസിസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നടത്തിയത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടു നോക്കുക. താങ്ക് യു.